മറ്റന്നാളത്തെ കെമിസ്ട്രി എക്സാം നമുക്ക് തൂക്കി പൊക്കിയെടുക്കണം. അപ്പം ഏതൊക്കെ ക്വസ്റ്റ്യനുകൾ പഠിക്കണം, ഷുവറായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യനുകൾ ഞാൻ പറഞ്ഞുതരാം. 1 സ്ട്രക്ചറൽ ഐസോമർസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്, 2 വാലൻസ് ബോണ്ട് തിയറി, 3 ഡ്രോ ജോമെട്രിക്കൽ ഐസോമർസം എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് തരും. 4ാമത്തത് ക്രിസ്റ്റൽ ഫീൽഡ്, 5 മെറ്റൽ കാർബണൈൽ, അത് 5ഉം പഠിക്കുക കോർഡിനേഷൻ, കാരണം 18 മാർക്ക് വെയിറ്റേജ് അല്ലേ. അടുത്ത ആലോവാൽക്കിൻ ആൻഡ് ആലോവറീൻസിലോട്ട് പോകുമ്പോൾ SN1 SN2 പഠിക്കുക. ക്ലോറോഫോം എന്തുകൊണ്ട് ഡാർക്ക് ബോട്ടിൽ കീപ്പ് ചെയ്യുന്നു പഠിക്കുക. പിന്നെ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ പഠിക്കുക. പിന്നെ നെയിം റിയാക്ഷനൊക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. വൈ ഹാലോ അറീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ഇൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ റീസൺ ഇതൊക്കെ എന്താണ് മനസ്സിലാവണ്ടേ? അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന രീതിയിൽ നമ്മൾക്ക് വളരെ കുറഞ്ഞ ഫീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ആ രീതിയിൽ വളരെ കുറഞ്ഞ ഫീസിൽ നമ്മുടെ ക്ലാസ് ബാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് പിന്നെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽക്കഹോൾ ഫിനോൾ ഈതറിൽ അതിൽ നിങ്ങൾ വില്യംസൺ സിന്തസിസ് എന്തായാലും പഠിക്കുക, ലൂക്കാസ് ടെസ്റ്റ് എന്തായാലും പഠിക്കുക, റൈമർ ടീമാനെ കോൾഡ് റിയാക്ഷൻ എന്തായാലും പഠിക്കുക, എന്തുകൊണ്ടാണ് ഫീനോൾ അസിഡിക് ബിഹേവിയർ കാണിക്കുന്നു അത് പഠിക്കുക. അതൊക്കെയാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം വില്യംസൺ നെയിം റിയാക്ഷനൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ നേരത്തെ ആലോവാൽക്കീൻസിൽ വുഡ്സ് ഫിറ്റിഗും സ്വാഡ്സും ഒന്നും മറക്കണ്ട. വേണമെങ്കിൽ ഫ്രെഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേസിനും അഷൈലേസിനും ഒക്കെ നോക്കിപ്പോയിക്കോളൂ. പിന്നെ എന്തുകൊണ്ട് ആൽക്കഹോൾ സൊല്യൂബിൾ ഇൻ വാട്ടറാണ്, എന്തുകൊണ്ട് ആൽക്കഹോളിന് ആലോവാൽക്കിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്, ഒക്കെ ഹൈഡ്രോജൻ ബോണ്ടിങ് ആണ്. അങ്ങനെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പഠിക്കുക. ഇനി ആൽഡിഹൈഡ് ആൻഡ് കീറ്റോണിലോട്ട് പോകുമ്പോഴേ റോസൻമെൻ്റ് റിഡക്ഷന് എന്നൊക്കെ സിമ്പിൾ കോഡുകളുണ്ട്. അപ്പം അതൊക്കെ കഥകളാക്കിയിട്ട് ട്രിക്കുകളാക്കിയിട്ട് കോഡുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൂക്കെന്ന് പറഞ്ഞാൽ നമ്മൾ തൂക്കിയിരിക്കും. പിന്നെ റോസൻമെൻ്റ് റിഡക്ഷന്, അതുപോലെ ക്ലമ്മൻസൺ റിഡക്ഷൻ്റെ റിയേജൻറ്റ് ചോദിക്കാറുണ്ട്. റോസൻമെൻ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് HVZ ആട്ടോ, കന്നിസാരോ, ആൾഡോൾ കണ്ടൻസേഷൻ, അതൊന്നും വിട്ടൊന്നും കളിയില്ല. പിന്നെ ടോളൻസ് റിയേജൻറ്റ്, എങ്ങനെ ആൽഡിഹൈഡ് കീറ്റോൺ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം എന്നുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ആൽഡിഹൈഡ്സ് മോർ റിയാക്റ്റീവ്, അതായത് കീറ്റോൺ ലെസ് റിയാക്റ്റീവ് ആവുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ. പിന്നെ കുറേ നെയിം റിയാക്ഷൻ ഉണ്ട് അതിനകത്ത്. എന്താ പറയുക, ഇറ്റാഡ് റിയാക്ഷന്, അതുപോലെ തന്നെ മറ്റൊരു റിയാക്ഷനാണ് അതിനകത്ത് നമ്മുടെ വോൾഫ് കിഷ്ണർ അധികം ചോദിച്ചിട്ടില്ല, ക്ലമൻസിനാണ് അതിനകത്ത് ആ കാറ്റഗറിയിൽ കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനകത്ത് റോസൻമെൻ്റ് പറഞ്ഞല്ലോ. അപ്പോൾ നെയിം റിയാക്ഷനുകളൊക്കെ ഹാലോഫോം റിയാക്ഷൻ അതിനകത്ത് നോക്കി വയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഇതല്ലാണ്ടെയും ഇതിപ്പോൾ 5 സ്റ്റാർ ക്വസ്റ്റൻ ആണല്ലോ, ഇതല്ലാണ്ട് മറ്റേതൊക്കെ ക്വസ്റ്റനുകളുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളൊരു വീഡിയോ ലോങ് ഫോർമാറ്റിൽ അടിപൊളിയാക്കിയിട്ട് ഫുൾ മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയിട്ട് കാണുക. അപ്പോൾ നമ്മൾ തൂക്കെന്ന് പറഞ്ഞാൽ തൂക്കിയിരിക്കും, കൂട്ടേണ്ടവരൊക്കെ കൂടിക്കോളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കെല്ലാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ലൈക്ക്, കമൻറ്റ്, നിങ്ങളുടെ ചങ്കുകളിലോട്ടൊക്കെ ഷെയറൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയാക്കണം. നിങ്ങൾ ഏത് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, നമ്മൾ വീഡിയോസ് ചെയ്യും. അപ്പം പബ്ലിക് എക്സാം ആകുമ്പോഴേക്കൊക്കെ ഒരുപാട് വീഡിയോസ് വരും, അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.